ഗുഡ് ഈവനിങ് ഗൈസ്, എല്ലാവർക്കും വീക്ക്ലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടും നോക്കാം, ഡെയിലി ചാർട്ടൊന്ന് അനാലിസ് ചെയ്യാം. സോ നമുക്കറിയാമല്ലോ, നിഫ്റ്റി വളരെ ഒരു നെഗറ്റീവ് സെൽ ഓഫ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് 2 വീക്സ് ആയിട്ട്. റീസൺ നിങ്ങൾക്കറിയാം, ഇറാൻ US ഇസ്രായേൽ വാറാണ്. ഒരു കണ്ടിന്യൂസ് സെല്ലിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രൈഡേ നല്ലൊരു സെൽ ഓഫ് തന്നെയായിരുന്നു, ലാസ്റ്റ് ഫ്രൈഡേയും സെൽ ഓഫ് ആയിരുന്നു, ഈ ഫ്രൈഡേ നല്ലൊരു സെൽ ഓഫ് തന്നെയായിരുന്നു. സോ നമുക്ക് വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നല്ല ഓൾമോസ്റ്റ് 10% ഹൈ നിന്ന് ഓൾമോസ്റ്റ് 10% തന്നെ ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഇത് എന്താ പറയുക, നല്ല ഒരു സെൽ ഓഫ് തന്നെയാണ് ഈ നിഫ്റ്റിയിൽ. അടുത്ത സപ്പോർട്ട് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് സപ്പോർട്ട് വരുന്നത്. 22,000 അടുപ്പിച്ചൊരു സപ്പോർട്ട് വരുന്നുണ്ട്, ഈ ഒരു ഏരിയയിൽ സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ അതുവരെ ഫർദർ സെൽ ഓഫിനുള്ള ചാൻസ് ആണ് കാണുന്നത്. ബട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റ് സെൽ ഓഫ് വരുമ്പോൾ റിവേഴ്സലും ഇങ്ങനെ ഷാർപ്പ് സെൽ ഓഫ് വരുമ്പോൾ റിവേഴ്സലും ഷാർപ്പായിരിക്കും. സോ മാർക്കറ്റ് ലിസ്റ്റ് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക, എപ്പോഴും ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക. ബോട്ടം ഔട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കല്ലേ, കാരണം അത് നമുക്ക് ആർക്കും പറ്റില്ല. സോ ഇൻവെസ്റ്റ് ആയിരിക്കുമ്പോൾ റിവേഴ്സൽ വരുമ്പോൾ നിങ്ങൾ SIP അല്ലെങ്കിൽ സ്റ്റോക്ക് പിക്കിങ് ചെയ്യുമ്പോൾ റിവേഴ്സൽ വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഗെയിൻ അവിടെ കിട്ടാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഫ്രൈഡേത്തെ 5 മിനിറ്റ് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, ചെറിയൊരു റിവേഴ്സൽ ശ്രമിച്ചു, ഫർദർ ബ്രേക്ക് ഡൗൺ ആയിട്ട് പിന്നെയും ബ്രേക്ക് ഡൗൺ ആവുമായിരുന്നു. സോ ഒരു നല്ലൊരു പുൾ ബാക്ക് ഉണ്ടായിട്ടില്ല. സോ എന്താ പറയുക, നല്ലൊരു സെൽ ഓഫ് തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും കണ്ടിന്യൂസ് ഒത്തിരി നാളായിട്ടൊരു സെൽ ഓഫ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് നല്ലൊരു മോർ ദാൻ 10% അടുപ്പിച്ചുള്ള ഒരു സെൽ ഓഫ് ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായിട്ടുണ്ട്. 61,000 ഓൾമോസ്റ്റ് 62,000 ഒക്കെ അടുപ്പിച്ചുകൊണ്ട് 61,700 അടുപ്പിച്ചൊക്കെ പോയതാണ്. ഇപ്പോൾ 53,757 വരെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 8,000 പോയിന്റ് അടുപ്പിച്ചുള്ള ഒരു ഫോളാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. നല്ല സെൽ ഓഫാണ് ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റിയെക്കാളും ബാങ്ക് നിഫ്റ്റി സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോസിൽ, ബാങ്ക് നിഫ്റ്റിയാണ് ലീഡ് ചെയ്യുന്നത്. ബ്രേക്ക് അപ്പ് ആയാലും ബ്രേക്ക് ഡൗൺ ആയാലും ബാങ്ക് നിഫ്റ്റിയാണ് എപ്പോഴും ലീഡ് ചെയ്യാറ്. ഓക്കെ, സോ അതാണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കാം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ലോയിൻ്റെ അടുത്തൊരു ക്ലോസിങ് ആ സെയിം പോയിന്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്, 14,857. ബട്ട് സപ്പോർട്ട് വളരെ താഴെയാണ്. ഞാൻ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുമെന്ന് വിചാരിച്ചു, ബട്ട് അത് ഹോൾഡ് ചെയ്തില്ല, അവിടെ നിന്ന് ഫർദറായിട്ട് ഡൗൺ ആയി. ഓക്കെ, സോ ഫർദർ ഡൗണിനുള്ള ചാൻസ് ആണുള്ളത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുമ്പോൾ ഒരു സെക്കൻഡ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ എന്നൊക്കെ പറയുമ്പോൾ 18,700 ഒക്കെയാണ് ഓൾ ടൈം ഹൈയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അത് 14,850 വരെ വന്നിട്ടുണ്ട്. 20% അടുപ്പിച്ചൊരു ഫോളാണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. മിഡ് ക്യാപ്പ് ഫർദർ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. നിഫ്റ്റി സ്മോൾ ക്യാപ്പിനെ കാട്ടി പിന്നെയും ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത് നിഫ്റ്റി മിഡ് ക്യാപ്പാണ്. എന്താ പറയുക, നല്ലൊരു നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് എല്ലാ ബ്രോഡർ ഇൻഡെക്സും വന്നിട്ടുണ്ട്. നമുക്ക് സിൽവർ ഒന്ന് നോക്കാം. സിൽവർ ഒരു നെഗറ്റീവിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സേഫ് അസറ്റ്സും ഗോൾഡും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് വന്നിട്ടുണ്ട്. ഇതും ഫർദറായിട്ടൊരു നെഗറ്റീവ് ഏരിയ പാറ്റേൺ ബ്രേക്ക് ചെയ്യണ പോലെ കാണുന്നുണ്ട്. ഗോൾഡും അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ഏരിയയിലിട്ട് വന്നിട്ടുണ്ട്. സോ ഗോൾഡും ഫർദർ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ഗോൾഡിൻ്റെ ഒരു വീക്ക്ലി ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. വീക്ക്ലി ചാർട്ടിൽ നെഗറ്റീവിലോട്ട് വരാനുള്ള ചാൻസ് നമുക്ക് തോന്നിയായിരുന്നു. അത് മീൻസ് കാണുന്നുണ്ട്, നെഗറ്റീവ് ഏരിയയിലോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിൻ എനിക്ക് കുറച്ച് പോസിറ്റീവായി തോന്നുന്നുണ്ട്. ബിറ്റ് കോയിൻ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. 76,000 അടുപ്പിച്ച് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നമുക്ക് 1 അവർ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ട് മോർണിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്തു. ഫ്രൈഡേ നൈറ്റ് ഈവനിങ് ഒക്കെ ആയപ്പോൾ ക്ലോസ് ചെയ്തു. മീൻസ് തേഴ്സ്ഡേ നൈറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എടുത്തത് ഇവിടെയാണ് എടുത്തത്. ഫ്രൈഡേ നൈറ്റ് തന്നെയാണ് എടുത്തത്. എന്നിട്ട് അടുത്ത ദിവസം ഈവനിങ് ആയപ്പോൾ ക്ലോസ് ചെയ്തു. ഓക്കെ, തേഴ്സ്ഡേ നൈറ്റ് എടുത്തു, ഫ്രൈഡേ ഈവനിങ് ആയപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ. ബട്ട് ഇപ്പോൾ പൊസിഷൻസ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. ഹോൾഡ് ചെയ്തൊരു സൈഡ് വൈസ് പോയിട്ട് ഒരു ബ്രേക്കപ്പ് തരാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 1 സെക്കൻഡ് ബ്രേക്കപ്പ് തരാണെങ്കിൽ 75,000 വരാനുള്ള ചാൻസ് വരെ കാണുന്നുണ്ട്. ഓക്കെ. സോ ഇതാണ് US ഓയിൽ നോക്കാം. US ഓയിൽ നോക്കുമ്പോൾ ഒരു 120 വരെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫർദർ ഡൗൺ ആയിട്ട് 76 വരെ വന്നു. പിന്നെ അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് പിന്നെയും 100ന് മുകളിൽ, ഇപ്പോൾ 100ന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് 100 അടുപ്പിച്ച് ട്രേഡ് ചെയ്യാണ്. സോ ഓയിൽ പ്രൈസ് കൂടുന്നതോറും ഇന്ത്യക്ക് അതൊരു നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ. സോ എല്ലാ സൈഡിലും നെഗറ്റീവ് തന്നെയാണ്. ബട്ട് ഒരു കാര്യം നിങ്ങൾ നോക്കുക, മാർക്കറ്റ് ഏറ്റവും കൂടുതൽ പെസിമിസം ഉള്ള സമയത്താണ് മാർക്കറ്റ് ബോട്ടം ഔട്ട് റിവേഴ്സ് ആവുന്നത്. പാസ്റ്റ് ഹിസ്റ്ററീസ് എല്ലാം അതാണ് കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ പെസിമിസം ഉള്ള സമയത്ത് മാർക്കറ്റ് ബോട്ടം ഔട്ടായിട്ട് ഷാർപ്പായിട്ട് റിവേഴ്സ് വരും. സോ ആ ഒരു ഷാർപ്പ് റിവേഴ്സൽ വളരെ ഒരു ഷാർപ്പായിരിക്കും. അത് പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് ഫർദർ ഓൾ ടൈം ഹൈയും പിന്നെ അങ്ങനെ ഒരു ഗെയിനും ഉണ്ടാവാറുണ്ട്. ഓക്കെ. സോ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക, സ്റ്റേ ഇൻവെസ്റ്റഡ്, അത് മാത്രമേ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. താങ്ക് യു.